Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടില്ലേ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ആണ്. ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 4 സോക്കറ്റും ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ, ഇത് നല്ല ക്വാളിറ്റി ആട്ടോ. നമുക്ക് ഇത് റിപ്പയർ ചെയ്യാനും പറ്റും. അഥവാ ഒരു സോക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോക്കറ്റ് ഇവിടെ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വയർ നീളത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള മീറ്ററിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ ഞാനൊരു 3 സോക്കറ്റ് വരുന്നുണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കുക എന്നതാണ്. സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ നോക്കുക ഇഷ്ടമുള്ളവർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇതേപോലത്തെ ഒരു PVC ബോക്സ് വേണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സോക്കറ്റുകളും അതേപോലെ തന്നെ സ്വിച്ചും ഒരു കോഡ് വയറിന് കണക്ട് ചെയ്യാനുള്ളൊരു 3 പിൻ സോക്കറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ. ഏതായാലും നമുക്കിത് വീഡിയോയിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു സോക്കറ്റുകളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ PVC ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഈ സോക്കറ്റും പ്ലഗുകളും വെച്ച് കൊടുക്കാം. ഉണ്ടല്ലേ, ഇതാണ്. ഇത് വെക്കാൻ സുഖമാണ്. നേരെ ഇതിലേക്ക് വെക്കുക. ഇതിൻ്റെ കൂടെയുള്ള സ്ക്രൂ എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവുക, അധികം പേർക്കും സംശയം ഉണ്ടാവുക വയറിങ്ങിലേക്കും. ഇതൊന്നുമില്ല, ഇത് കണക്ട് ചെയ്യേണ്ട ഒറ്റ രീതി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ പ്ലഗ് എടുക്കുക, എന്നിട്ട് കണ്ടില്ലേ, ഈ നെറ്റ് ബാക്കിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താവും, ഇവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. ഇത്രയും കാര്യം ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ കണ്ടോളി. ഇങ്ങനെയാണ് നമ്മളുടെ സ്വിച്ചും അതേപോലെ തന്നെ ഫ്ലെക്സ് സോക്കറ്റും കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെടുത്ത് പിന്നെ സ്വിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്ഷൻ മാറിപ്പോയത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ കമ്പനി പേര് എഴുതിയിട്ടുണ്ടാവും, ഏത് സ്വിച്ച് ആയാലും. അപ്പോൾ ആ കമ്പനി പേര് നേരെ വരുന്ന രൂപത്തിൽ വെച്ചാൽ നമ്മളുടെ സ്വിച്ച് റെഡി ആയിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ വെക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലായിടത്തും ഫ്ലഗ് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ആക്കിയിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ടാകും. കണ്ടില്ലേ, ഒരു സിഗ്നലും വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇതിലേക്ക് സപ്ലൈ വരുമ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ തെളിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം, ഈ ഒരു കോഡിലേക്ക് പവർ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറിംഗ് ആണ്. അതേപോലെ തന്നെ ഞാൻ വേറൊന്നും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3 സോക്കറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ചെറുതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് നോക്കാം. വളരെ സിമ്പിൾ മെത്തേഡുകളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഞ്ഞ വയറാണ് നമ്മൾ എർത്തായിട്ട് കൊടുത്തിട്ടുള്ളത്, അത് മുകളിലത്തെ ഇതിൽ കൊടുത്തു. ബ്ലാക്ക് വയർ നമ്മൾ ന്യൂട്രാണ് കൊടുത്തത്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രാണ്. ന്യൂട്രൽ എടുത്തു. അതേപോലെ തന്നെ നേരെ സോക്കറ്റിൻ്റെ ന്യൂട്രൽ. കണ്ടില്ലേ, ന്യൂട്രൽ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോയി. പിന്നെ നമ്മൾ എടുത്തത് ഫേസ് ആണ്. ഫേസ് സ്വിച്ചിൻ്റെ അടിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്വിച്ചിൻ്റെ അടിയിൽ നിന്ന് എല്ലാ സ്വിച്ചിലേക്കും ഇതുപോലെ ഒരു വയർ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തത് കൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഫ്ലഗിൽ എപ്പോഴും സ്വിച്ച് ഇല്ലാണ്ട് അതിലെപ്പോഴും കറണ്ട് വന്നുകൊണ്ടേക്കും. അപ്പോൾ നമ്മൾ ആ സ്വിച്ചിൻ്റെ അടിയിലുള്ള ഫേസ് നമ്മൾ നേരെ ഒരു സോക്കറ്റിൻ്റെ ഫേസിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ള സോക്കറ്റിലേക്കൊക്കെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഒരു വയറെടുത്ത് നമ്മൾ നേരെ സോക്കറ്റിൻ്റെ ഫേസിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിച്ചിൻ്റെ ഒരു കുറവുണ്ട്. കാരണം ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ പാർട്ടി ഇൻഡിക്കേറ്റർ വേണം പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത്. അതേപോലെ തന്നെ നമ്മളിതാ ഇതുപോലെ വേറൊന്നും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ മഞ്ഞ വയറാണ് എർത്ത് കൊടുത്തിട്ടുള്ളത്, ഗ്രീൻ വയറാണ് അതേപോലെ തന്നെ ഫേസ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് വയറാണ് ന്യൂട്രൽ കൊടുത്തിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ സെയിം ഡിസൈനിലുള്ള 2 എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. കണ്ടില്ലേ, ഇനി നമ്മൾ വേറൊന്നും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇല്ല, 3 സോക്കറ്റും 3 സ്വിച്ചും ആണ് വരുന്നത്.
അപ്പോൾ അതിന് നിങ്ങൾക്ക് വയറിങ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൽ മഞ്ഞ വയറാണ് എർത്ത് കൊടുത്തിട്ടുള്ളത്. ഫേസ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും. നേരെ സ്വിച്ചിൻ്റെ അടിയിലുള്ള എല്ലാ സ്വിച്ചിൻ്റെ അടിയിലുള്ള ഇതിലേക്കും നമ്മൾ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ സോക്കറ്റിൻ്റെ ഫേസിൽ നിന്നും സ്വിച്ചിൻ്റെ മുകളിലുള്ള ടെർമിനലിലേക്ക് നമ്മളൊരു വയർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ 3 സോക്കറ്റിനും 3 സ്വിച്ച് ഉണ്ട്. കണ്ടില്ലേ? പിന്നെ ന്യൂട്രൽ നമ്മൾ ഇതേപോലെ കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ കോഡ് വയർ കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വയർ 3 കോർ വയറാണ്. 3 കോർ 1.5 ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല? അപ്പോൾ ഇനി നമുക്ക് ഈ വയർ നമുക്ക് എക്സ്റ്റൻഷൻ ബോക്സിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബോക്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഒരു വയർ ഇതാ നമ്മളുടെ ഫേസ് നമ്മൾ ഒന്ന് ഇവിടെ സ്വിച്ചിലേക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ ചോപ്പ് ഇവിടെ കൊടുക്കുക, ന്യൂട്രൽ ഇവിടെ കൊടുക്കുക, എർത്ത് ഇവിടെ കൊടുക്കുക. ഇതേപോലെയാണ് ഈ ഒരു ബോക്സിൽ ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്ത ആ സെറ്റിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു സെറ്റിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ന്യൂട്രൽ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ബ്ലാക്ക് വയർ, അതിൽ വരുന്ന പച്ച വയർ അഥവാ എർത്ത്, അതേപോലെ തന്നെ ഫേസ് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. കാരണം ഒരു സോക്കറ്റ് നമ്മൾ നേരിട്ട് ഫേസ് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താക്കുക, ഒരു ചോപ്പ് വയർ ഫേസ് ഇവിടെയും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. അപ്പം നമ്മൾ കോഡ് വയർ ഇതാ ഇതിലൂടെ ഇട്ട് ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു 4 എണ്ണം വന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്വിച്ച് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഫ്ലഗ് ഒരു സോക്കറ്റ് നമുക്ക് സ്വിച്ച് ഇല്ലാണ്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 വയർ, ഈ കോഡ് വയറിൻ്റെ 3 കോറിൻ്റെ 3 വയർ യെല്ലോ നമ്മൾ എർത്തിലേക്ക് കൊടുത്തു, ബ്ലാക്ക് നമ്മൾ ന്യൂട്രലിലേക്ക് കൊടുത്തു, അതേപോലെ തന്നെ ചുവപ്പ് നമ്മൾ ഫേസിലേക്ക് കൊടുത്തു. ഇത് സ്വിച്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അഥവാ സ്വിച്ച് ഉണ്ടെങ്കിൽ, ഇതിന് സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ചിൻ്റെ കണക്ഷനിലേക്കായിരുന്നു ഈ ഒരു ചുവപ്പ് വയർ കൊടുക്കുക. അപ്പോൾ ഞാൻ സ്വിച്ച് 3ലും സ്വിച്ച് വരുന്ന ഒരു കോഡ് വയറും കൂടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്ത മെത്തേഡും കാണിച്ചു തരാം. ഈ 3 വയറിൽ നമ്മൾ ഫേസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വിച്ചിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, അടിയത്തെ കണക്ഷനിലേക്കാണ്. ന്യൂട്രൽ നമ്മൾ നേരെ സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തു, എർത്ത് നമ്മൾ സോക്കറ്റിൻ്റെ എർത്തിലേക്കും കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ കണക്ഷൻസ് ഉള്ളൂ. ഇനി നമുക്ക് ഇത് സ്ക്രൂ വെച്ചത് കൂട്ടിയാൽ നമ്മളുടെ ബോക്സ്, നമ്മളുടെ എക്സ്റ്റൻഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതായിരുന്നു നമ്മളുടെ ഫ്ലഗ്. കണ്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ വർക്കിംഗ്. ഏതായാലും ഇതൊന്ന് സ്ക്രൂ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്റ്റൻഷൻ ബോക്സ്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു ബൾബും വെച്ചിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വർക്കിംഗ് ആണ്, കാരണം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. ഇതേപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെല്ലാം തന്നെ സ്വിച്ച് ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സിൽ ഒരൊറ്റ സോക്കറ്റിന് മാത്രമാണ് സ്വിച്ച് ഇല്ലാത്തത്, അത് ലാസ്റ്റത്തതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.